അല്ല, ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാനത്തിൻ്റെ കാര്യത്തിൽ പരാതി വരുന്നു, ചെമ്പുപാത്രങ്ങളുടെ കാര്യത്തിൽ വരുന്നു. ഇതൊക്കെ ഈ ഗവൺമെൻറ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ അമ്പലങ്ങളിലെ മുഴുവൻ വിളക്കും പാത്രങ്ങളും എല്ലാം വിൽക്കാൻ നോക്കി. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ ശക്തമായി എതിർത്തത് കൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. അന്ന് ഞാൻ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. വാസുവായിരുന്നു അന്ന് ചെയർമാൻ. ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി, മന്ത്രിക്കും കത്തെഴുതി. അമ്പലങ്ങളിലെ പഴയ കാലത്തെ വിളക്കുകൾ, വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകൾ, ചെമ്പുപാത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ അതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. അന്ന് ശക്തമായി ഞാൻ ഇടപെട്ടുകൊണ്ടാണ് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വില മതിക്കാത്ത, അല്ലെങ്കിൽ വില നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകൾ, ചെമ്പുപാത്രങ്ങൾ, ഇതൊക്കെ വലിയ വിലയുള്ളതാണ്. ഇതൊക്കെ ആൻറ്റിക്സായിട്ട് തന്നെ ആളുകൾ വലിയ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് വിൽക്കാൻ വേണ്ടി അന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതാണ്. അന്ന് ഞാൻ എതിർത്തത് കൊണ്ടാണ് അന്ന് അത് സംഭവിക്കാതെ പോയത്. ഇതുപോലെയാണ് ഏറ്റവും അമ്പലത്തിലെ 7.5 പൊന്നാന, ഏറ്റവും മഹത്തായ ഒന്നാണ് 7.5 പൊന്നാന. ആ 7.5 പൊന്നാന അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ നോക്കി. ഭക്തജനങ്ങൾ എതിർത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അപ്പോൾ ഇത് വളരെ ഗൗരവ സ്വഭാവത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തിരിക്കുന്നു. ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം.